Dear students, in the last class we discussed what is meant by a symmetric matrix, inner product or dot product of two column vectors, and also orthogonal eigenvectors. Now today we start our class with a definition. A set of vectors x1, x2, etc. xn in Rn is called orthonormal if every pair of distinct vectors is orthogonal and each vector in the set is unit vector. Suppose we have a set of vectors x1, x2, etc. xn in Rn. Okay, then this set of vectors is said to be orthonormal if we take any two distinct pair from this set, say xi, xj, okay, where I not equal to j. That means these vectors are distinct. Then their dot product, that means xi dot xj equal to 0. Okay, that means these vectors are orthogonal. And also norm of xi equal to 1. So if these two conditions satisfies, then we say this set of vectors are orthonormal. Okay, ഇത് x1, x2, extra xn എന്ന് പറയുന്നത് Rnലുള്ള ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്. സിംപ്ലി വെക്ടേഴ്സ്, നമ്മളിപ്പോൾ മെട്രിക്സ് എടുക്കുന്നില്ല, വെക്ടേഴ്സ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ഓർത്തോനോർമൽ ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ ഒരു സെറ്റിൽ നിന്ന് ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിലും അത് ഓർത്തോഗണൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കണം. എന്ന് മാത്രമല്ല, നമ്മൾ ഓരോ വെക്ടറിൻ്റെയും നോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 1 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് നോർമലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ x1 ഡോട്ട് x2, ഓക്കെ, ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കണം. ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കണം. എന്ന് മാത്രമല്ല, നമ്മൾ ഓരോ വെക്ടറിൻ്റെയും നോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നോം എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും 1 ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് x1, x2, etc. x എന്ന് പറയുന്ന ഈ സെറ്റ് ഓർത്തോനോർമലാണെന്ന് പറയും. ഓക്കെ, നൗ orthogonal matrix. An n by n non-singular matrix A is orthogonal if A inverse equal to A transpose. ഒരു n by n non-singular matrix. ഓക്കെ, എന്ന് വെച്ചാൽ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം, നോൺ സിംഗുലർ ആയിരിക്കണം. അത് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷനാണ് A ഇൻവേഴ്സ് ഈക്വൽ ടു A ട്രാൻസ്പോസ്. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ട് സൈഡിലും റൈറ്റിൽ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ A ഇൻവേഴ്സ് ഇൻറ്റു A ഈക്വൽ ടു A ട്രാൻസ്പോസ് ഇൻറ്റു A. ഇതെന്താണ്? I ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് ഇൻറ്റു A. ഓക്കെ, അപ്പോൾ ഒരു മെട്രിക്സ്, ഒരു n by n നോൺ സിംഗുലർ മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ വി ക്യാൻ ചെക്ക് വെദർ എ നോൺ സിംഗുലർ മെട്രിക്സ് ഈസ് ഓർത്തോഗണൽ ഓർ നോട്ട് ബൈ യൂസിങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, A ട്രാൻസ്പോസ് A ഈക്വൽ ടു I. ലെറ്റ്സ് കൺസിഡർ എൻ എക്സാമ്പിൾ. നമ്മളിവിടെ എടുക്കുന്നത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ 3. ഓക്കെ, 1 0 0 0 1 0 0 0 1. ഇത് നമുക്ക് ഓർത്തോഗണൽ ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ. നമ്മളുടെ ഇവിടെ A എന്ന് പറയുന്ന മെട്രിക്സ് I ആണ്. എൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? I ട്രാൻസ്പോസ്, അതും I തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ A എന്ന് പറയുന്നത് I ആണ്. ഓക്കെ, സോ A ട്രാൻസ്പോസ് A എന്ന് പറയുന്നത് I ട്രാൻസ്പോസ്
I, which is equal to I. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു ദാറ്റ് മെട്രിക്സ്, അത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കും? ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. Now let's consider this example. A equal to 1/4 minus 2/3 2/3 2/3 2/3 1/3 minus 2/3 1/3 2/3. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്നുള്ളതാണ്. ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എ ട്രാൻസ്പോസ് എ ഈക്വൽ ടു ഐ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് ട്രാൻസ്പോസ് ആണ് ഫസ്റ്റ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എന്താ വരിക? 1/3 ഇൻറ്റു 1/3 ഇൻറ്റു 1/3. സോ 1/3 ഇൻറ്റു 1/3 പ്ലസ് 2/3 ഇൻറ്റു 2/3. ഈ രണ്ട് എലമെൻറ്റ്സും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, പ്ലസ് മൈനസ് 2/3 ഇൻറ്റു മൈനസ് 2/3. ഓക്കെ, ഇതെന്ത് വരും? 1/9 പ്ലസ് 4/9 പ്ലസ് 4/9. ഓക്കെ, സോ ദിസ് ഈസ് 9/9, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 1. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടും, ഐഡൻറ്റിറ്റി മെട്രിക്സ്. നിങ്ങൾ നോക്കുക, ഓക്കെ, കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും തന്നിരിക്കുന്ന ഈ മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നൗ ക്രൈറ്റീരിയൻ ഫോർ an orthogonal matrix. An n by n matrix A is orthogonal if and only if its columns x1, x2, etc. xn form an orthonormal set. ഒരു n by n മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ അതിൻ്റെ കോളം വെക്റ്റേഴ്സ് x1, x2, etc. അത് ഒരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, സപ്പോസ് വി ഹാവ് എ മെട്രിക്സ് എ, ഒരു n by n മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും നമുക്ക് കോളം വെക്റ്റേഴ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ നെയിം ചെയ്യുന്നത് x1, x2, etc. xn. ഈ രൂപത്തിൽ അതൊരു n by n മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ രൂപത്തിലാണ് നമ്മളിതിൻ്റെ കോളം വെക്റ്റേഴ്സിനെ നെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ഒരു സെറ്റ് കിട്ടി, x1, x2, etc. xn എന്ന് പറയുന്ന ഒരു വെക്റ്റേഴ്സിൻ്റെ കോളം വെക്റ്റേഴ്സിൻ്റെ ഒരു സെറ്റ് കിട്ടി. ഓക്കെ, ഇത് ഒരു ഓർത്തോനോർമൽ സെറ്റായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അർത്ഥം. ഇതൊരു ഓർത്തോനോർമൽ സെറ്റാണെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഓർത്തോനോർമൽ ആണെങ്കിൽ നമ്മൾ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാലും അതെന്തായിരിക്കണം? 0 ആയിരിക്കണം. അതുപോലെ ഓരോ വെക്റ്റേഴ്സിൻ്റെയും നോം 1 ആയിരിക്കണം. അപ്പോൾ ഈ പറയുന്ന രണ്ട് കണ്ടീഷനും ഈ സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓർത്തോനോർമൽ സെറ്റായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ നമ്മൾ ഒരു സൈഡ് പ്രൂഫ് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഇത് നമ്മൾ അസ്യൂം ചെയ്യും, എ ഈസ് ഓർത്തോഗണൽ നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ വി വിൽ പ്രൂവ് x1, x2, etc. xn ഫോം ആൻ ഓർത്തോനോർമൽ സെറ്റ് എന്ന്. ഓക്കെ, സോ suppose that A is an n by n orthogonal matrix with columns x1, x2, etc. xn. So A is an orthogonal matrix means we have A transpose A equal to I. The condition satisfied. Okay. Also, what is rows of A transpose? A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ കോളംസ് ആണ് x1, x2, etc. xn. ഓക്കെ, അപ്പോൾ എ ട്രാൻസ്പോസിലുള്ള റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും, x1 ട്രാൻസ്പോസ്, x2 ട്രാൻസ്പോസ്, എക്സെട്ര xn ട്രാൻസ്പോസ് ആയിരിക്കും. ഓക്കെ, ബട്ട് എ ഈസ് ഓർത്തോഗണൽ, സോ വി ഹാവ് ദിസ് കണ്ടീഷൻ എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ഐ. ഓക്കെ, അപ്പോൾ നമ്മൾ എ ട്രാൻസ്പോസ് ചെയ്യാനെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, എ ട്രാൻസ്പോസിലുള്ള റോസ് എന്ന് പറയുന്നത് ഇതായിരിക്കും, x1 ട്രാൻസ്പോസ്, x2 ട്രാൻസ്പോസ്, എക്സെട്ര xn ട്രാൻസ്പോസ്. എയിലുള്ള കോളംസ് x1, x2, എക്സെട്ര. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ നമുക്ക് കിട്ടുക. ഇതായിരിക്കും അതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലമെൻറ്റ്.
അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വെച്ച് നമ്മൾ എഴുതുമ്പോൾ എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു നമുക്ക് ഇത് കിട്ടും 1 0 0. നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടേണ്ടത്. ഓക്കെ, നൗ ഇവിടെ നമുക്ക് കാണാൻ പറ്റും x1 ട്രാൻസ്പോസ് x1 ഈക്വൽ ടു 1. ഓക്കെ, x1 ട്രാൻസ്പോസ് x2 ഈക്വൽ ടു 0 ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ സെയിം ഇൻഡെക്സ് വരുന്ന കേസിലൊക്കെ, അതായത് നമ്മളുടെ ഡയഗണൽ എൻട്രീസ് അതിലൊക്കെ 1, അല്ലാത്ത കേസിലൊക്കെ അത് 0 ആണ് കിട്ടുന്നത്. ഓക്കെ, x1 ട്രാൻസ്പോസ് x2 എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി, അല്ലെങ്കിൽ xi ട്രാൻസ്പോസ് xj എന്ന് പറയുന്നത് അത് നമുക്ക് 0 ആണ് കിട്ടുന്നത് ഫോർ i നോട്ട് ഈക്വൽ ടു j. ഇത് മീനിങ് എന്താ, ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് xi ഡോട്ട് xj ആണത്. സോ xi ഡോട്ട് xj ഈക്വൽ ടു 0 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്ന് കിട്ടും. ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സും ഓർത്തോഗണലായിരിക്കും. ഓക്കെ, എന്ന് മാത്രമല്ല ഈ xi ട്രാൻസ്പോസ് xi രണ്ടും സെയിം ആവുന്ന സമയത്ത് എന്ന് വെച്ചാൽ xi ഡോട്ട് xi ദിസ് ഈസ് ഈക്വൽ ടു 1 ഇതാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, നമ്മളുടെ ഈ പറയുന്ന x1 x2 എക്സെട്ര x എന്ന് പറയുന്ന അത് നമ്മളുടെ മെട്രിക്സിൻ്റെ കോളംസ് ആയിരുന്നു, കോളം വെക്ടേഴ്സ് ആയിരുന്നു. ആ സെറ്റ് എന്ത് ഫോം ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും, ഒരു ഓർത്തോനോർമൽ സെറ്റ് ഓഫ് n വെക്ടേഴ്സ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നൗ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുള്ള എക്സാമ്പിൾ നോക്കാം. അതായത് ഈ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്ന ഈ മെട്രിക്സ്, അപ്പോൾ ഇതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഓർത്തോഗണൽ ആണെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞിട്ടുള്ള ഈ തിയറം 8.10.3 സാറ്റിസ്ഫൈ ചെയ്യും. കാരണം n/n മെട്രിക്സ് എ ഈസ് ഓർത്തോഗണൽ. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറ്റ്സ് കോളം വെക്ടേഴ്സ് x1 x2 എക്സെട്ര xn ഫോം ആൻ ഓർത്തോനോർമൽ സെറ്റ്. ഇവിടുത്തെ നമ്മുടെ x1 എന്ന് പറയുന്നത് ഇതാണ്, x2 x3. ഓക്കെ, ഇത് x1 x2 x3. അപ്പോൾ ഇത് എന്ത് ഫോം ചെയ്യും, ഒരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുമെന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് ഈ ഒരു വെക്ടേഴ്സ് നമ്മൾ ഇതിനെ നമുക്ക് x1 x2 x3 എന്ന് പറയുന്ന ഒരു സെറ്റാക്കി എഴുതണമെന്നുണ്ടെങ്കിൽ ഈ സെറ്റിൽ നിന്ന് ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കണം. ഓക്കെ, എന്ന് മാത്രമല്ല ഇതിൻ്റെയൊക്കെ നോമ് 1 ആയിരിക്കണം ഓരോ സിംഗിൾ വെക്ടേഴ്സിൻ്റെയും. ഓക്കെ, അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് x1 ഡോട്ട് x2 0 ആയിരിക്കണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള വെക്ടേഴ്സിൻ്റെ ഒക്കെ, അതായത് x1 ഡോട്ട് x3 0 ആയിരിക്കണം, x1 ഡോട്ട് x2 ഡോട്ട് x3 0 ആയിരിക്കണം. ഓക്കെ, ഇത് മാത്രമല്ല നോമ് x1 1 ആയിരിക്കണം, നോം x2 1 ആയിരിക്കണം, നോം x3 1 ആയിരിക്കണം. എന്ന് വെച്ചാൽ നോം x1 എന്ന് പറഞ്ഞാൽ x1 ഡോട്ട് x1. ഇപ്പോൾ ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ അതിലുള്ള വെക്ടേഴ്സിന്, ആ മെട്രിക്സിലുള്ള വെക്ടേഴ്സിനെ നമ്മൾ ഈ രൂപത്തിൽ എഴുതി x1 x2 x3 എന്ന് എഴുതി. ഓക്കെ, ദീസ് ആർ ദ കോളം വെക്ടേഴ്സ്. സോ x1 ട്രാൻസ്പോസ് x2, ഇതിൻ്റെ മീനിങ് എന്താണ്, ദിസ് ഈസ് ആക്ച്വലി x1 ഡോട്ട് x2 ആണ്. ഓക്കെ, സോ x1 ട്രാൻസ്പോസ് x2 ഈക്വൽ ടു, നമുക്കറിയാം ഇതാണ് നമ്മളുടെ മെട്രിക്സ് x1, അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇൻറ്റു x2. ഇത് ചെയ്താൽ നമുക്ക് 0 കിട്ടും. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഓരോ കേസിലും നമുക്കതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 എന്ന് കിട്ടും. സെയിം ആയിട്ട് വരുന്ന കേസിൽ x1 ഡോട്ട് ഇത് x1 ഡോട്ട് x1 ആണ്. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. അതെന്തായിരിക്കും, നമുക്ക് ഓരോന്നും സെയിം ആയിട്ട് വരുന്നത് x2 ഡോട്ട് x2 അതും 1 കിട്ടി, അതും 1 കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കണം. നൗ കൺസ്ട്രക്റ്റിംഗ് an orthogonal matrix. Suppose we have an n/n real symmetric matrix having distinct eigenvalues lambda 1, lambda 2, etc. lambda n. ഒരു n/n സിമെട്രിക് മെട്രിക്സ് ആണ് എന്ന് പറയുന്നത്. ഒരു സ്ക്വയർ സിമെട്രിക് മെട്രിക്സ് ആണ്. അതിന്
n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഉണ്ട്, സേ λ1, λ2 എക്സെട്ര λn. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിയറം 8.10.2 പ്രകാരം, അതായത് എ എന്ന് പറയുന്ന ഒരു n/n സിമെട്രിക് മെട്രിക്സ്, ഓക്കെ, ദെൻ ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ആർ ഓർത്തോഗണൽ. അപ്പോൾ ഈ ഓരോ ലാംഡക്കും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഐഗൻ വെക്ടേഴ്സ് കിട്ടും. ഓക്കെ, ആ കിട്ടുന്ന ഐഗൻ വെക്ടേഴ്സിൻ്റെ സെറ്റ് നമ്മൾ അതിനെ x1, x2 എക്സെട്ര എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ λ1 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് x1, λ2 x2 എക്സെട്ര λn കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് xn. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിലുള്ള വെക്ടേഴ്സ് പരസ്പരം ഓർത്തോഗണലായിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അത് 0 ആണെന്ന് കിട്ടുക. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കങ്ങനെ കിട്ടുന്ന ആ ഒരു വെക്ടേഴ്സ് k1, k2 എക്സെട്ര kn എന്നുള്ളത് നമുക്ക് ഈ λ1, λ2 എക്സെട്ര λn കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസാണ് λ1, λ2, λ3 എക്സെട്ര λn. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സാണ് k1, k2 എക്സെട്ര kn. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു തിയറം പ്രകാരം നമുക്ക് എന്നിട്ട് മ്യൂച്വലി ഓർത്തോഗണലായിട്ടുള്ള ഒരു സെറ്റ് കിട്ടി, k1, k2 എക്സെട്ര k എന്ന് പറയുന്ന, ഓക്കെ, ഐഗൻ വെക്ടേഴ്സിൻ്റെ സെറ്റാണ്. ഇനി നമ്മൾ ഈ ഓരോ ഐഗൻ വെക്ടേഴ്സിനെയും നമ്മൾ അതിൻ്റെ നോമിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ നോമ് കൊണ്ട്, ഇപ്പോൾ k1 എന്ന് പറയുന്ന വെക്ടറിൻ്റെ നോം എടുക്കുക, എന്നിട്ട് k1 1/നോം k1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതല്ലെങ്കിൽ k1 ഡിവൈഡ് ബൈ നോം k1 കാണുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോമ് നമുക്ക് 1 ആണ് കിട്ടുക. ഓക്കെ, അങ്ങനെ ഓരോ വെക്ടേഴ്സിനെയും നമ്മൾ അതിൻ്റെ നോമ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതല്ലെങ്കിൽ അതിൻ്റെ നോമിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വേറൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് കിട്ടും. അതെന്തായിരിക്കും? ആ സെറ്റ് ഒരു ഓർത്തോനോർമൽ സെറ്റായിരിക്കും ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന k1, k2 എക്സെട്ര kn എന്ന് പറയുന്ന ഈ സെറ്റ്, ഓക്കെ, ഇതിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓർത്തോഗണലാണ്. ഓക്കെ, എവരി ഡിസ്റ്റിങ്ക്റ്റ് പെയർ ഈസ് ഓർത്തോഗണൽ. അപ്പോൾ ഈ സെറ്റിൽ നിന്നുള്ള ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാലും 0 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ ഈ ഓരോ വെക്ടേഴ്സിനെയും നമ്മൾ നോർമലൈസ് ചെയ്യണം. എങ്ങനെ നോർമലൈസ് ചെയ്യുന്നത്? നമ്മൾ k1 എന്ന് പറയുന്ന വെക്ടറിനെ അതിൻ്റെ നോമ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ ഇതൊരു വെക്ടർ കിട്ടി. അങ്ങനെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വെക്ടേഴ്സ് കിട്ടും. ഇതിൻ്റെ നോമ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഓർത്തോനോർമൽ സെറ്റ് ഇവിടുന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഓരോ വെക്ടേഴ്സും യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, n/n മെട്രിക്സ്, സേ P. ഓക്കെ, സോ ലെറ്റ്സ് കൺസിഡർ എൻ എക്സാമ്പിൾ. നമ്മൾ എക്സാമ്പിൾ 1 നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് ആണ് λ1, λ2, λ3 എന്ന് പറയുന്നത്. 3 ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സാണ് k1, k2, k3 എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണുന്ന സമയത്ത് ഇതെല്ലാം 0 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ k1, k2, k3 എന്ന് പറയുന്നത് മ്യൂച്വലി ഓർത്തോഗണലാണ്. k1 ഡോട്ട് k2 0 ആയിരിക്കും, k1 ഡോട്ട് k3 0 ആയിരിക്കും, k2 ഡോട്ട് k3 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു മ്യൂച്വലി ഓർത്തോഗണൽ ആയിട്ടുള്ള ഒരു സെറ്റ് കിട്ടി, k1, k2, k3 എന്ന് പറയുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിൻ്റെയും നോം എടുക്കുകയാണ്. നോം k1 എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ റൂട്ട് k1 ട്രാൻസ്പോസ് ഇൻറ്റു k1 ആണ്. ഇതാണ് നമ്മുടെ k1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1, 0, 1 എന്ന് പറയുന്ന വെക്ടർ, റോ വെക്ടർ ആയിരിക്കും ഉണ്ടാവുക. ഇത് 1, 0, 1 എന്ന് പറയുന്ന നമ്മുടെ കോളം വെക്ടർ. അപ്പോൾ ഇത് k ട്രാൻസ്പോസ്, ഇത് k.
ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഈക്വൽ ടു √2 ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെയും നോമ് കാണുക. എന്നിട്ട് ഈ നോമ് കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ K1 നോം K1 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, K1നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? K1 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതിന് നമ്മൾ നോം K1 കൊണ്ട് നോം K1 എന്ന് പറഞ്ഞാൽ √2 ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വെക്ടർ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ K2ൻ്റെ നോം പറയുന്നത് √3 ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. അതുപോലെ തന്നെ K3 ഇങ്ങനെയും കിട്ടും. അപ്പോൾ നമുക്ക് 3 വെക്ടേഴ്സ് കിട്ടി. ഓക്കെ, ഈ വെക്ടേഴ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. അതാണ് P എന്ന് പറയുന്നത്. ഓക്കെ, ഈ മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കണം ഇത് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്നുള്ളത്. ഓർത്തോഗണൽ ആണെങ്കിൽ P ട്രാൻസ്പോസ് ഈക്വൽ ടു P ഇൻവേഴ്സ് നമുക്ക് കിട്ടണം. ഓക്കെ, ഇനി നമ്മുടെ തിയറം 8.10.2 എന്താണ്? 8.10.2 ലെറ്റ് A be an n/n symmetric matrix, then eigenvectors corresponding to distinct eigenvalues are orthogonal. Okay, so we can always find n linearly independent eigenvectors for n/n real matrix A. Okay, but this theorem does not state that all the eigenvectors are mutually orthogonal. ഓക്കെ, അങ്ങനെ കിട്ടുന്ന ഐഗൻവെക്ടേഴ്സ് മ്യൂച്വലി ഓർത്തോഗണൽ ആയിക്കോളണമെന്നില്ല. നമുക്ക് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻവെക്ടേഴ്സ് കിട്ടും ഒരു n/n മെട്രിക്സിന്. n/n സിമെട്രിക് മെട്രിക്സിന് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഐഗൻവെക്ടേഴ്സ് കിട്ടും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഐഗൻ വാല്യൂസ് എല്ലാം മ്യൂച്വലി ഓർത്തോഗണൽ ആയിക്കോളണമെന്നില്ല. എങ്ങനെയുള്ള ഐഗൻ വാല്യൂസ് ആണ് മ്യൂച്വലി ഓർത്തോഗണൽ ആയത്? ദ ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ആർ ഓർത്തോഗണൽ. ഓക്കെ, ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഐഗൻ വെക്ടേഴ്സ് ആയിരിക്കും ഓർത്തോഗണൽ എന്ന് പറയാൻ പറ്റുക. ഓക്കെ, ബട്ട് ദ ഡിഫറെൻറ്റ് ഐഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ മൈ നോട്ട് ബി ഓർത്തോഗണൽ. ഓക്കെ, അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിൾ 4. ഓക്കെ, ഫോർ ദ സിമെട്രിക് മെട്രിക്സ് എ. ഇപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഐഗൻ വാല്യൂസ് ആണ് ഇത് λ1, λ2, λ3. ഇവിടെ ഇത് λ1ഉം λ2ഉം റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ ആണ്. ഓക്കെ, ഇത് വേറൊരു ഐഗൻ വാല്യൂ. അങ്ങനെ 3 ഐഗൻ വാല്യൂസ് നമുക്ക് ഈ ഒരു മെട്രിക്സിന് കാണാൻ പറ്റും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇത് തന്നെയല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ λ1ഉം λ2ഉം ഇവിടെ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഐഗൻ വെക്ടേഴ്സ് കിട്ടുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇവിടെ നമ്മളിത് എടുക്കുന്നത് നമ്മൾ ഇതിനെ ഐഗൻ വെക്ടേഴ്സ് കാണുന്ന മെത്തേഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഫോമിലാണ് ലാസ്റ്റ് കിട്ടുന്നത്. K1 ഈക്വൽ ടു -1/4 K2 പ്ലസ് 1/4 K3 എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് K2 ഈക്വൽ ടു, ഇവിടെ നമുക്ക് K1ഉം K2 സോൾവ് ചെയ്യാൻ ഡയറക്റ്റ്ലി പറ്റില്ല. നമ്മൾ K2നും K3ക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. രണ്ടും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് K1 കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഐഗൻ വെക്ടർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ തന്നെ K2 ഈക്വൽ ടു -4ഉം K3 ഈക്വൽ ടു 0ഉം K2 ഈക്വൽ ടു -4ഉം K3 ഈക്വൽ ടു 0ഉം കൊടുത്തു കഴിഞ്ഞാൽ K1 നമുക്ക് 1 കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വെക്ടറും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് കിട്ടി റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ. ഓക്കെ, ഇനി λ3 ഈക്വൽ ടു 9, ഇത് λ3 ആണ്. ഓക്കെ, നമ്മളുടെ തേർഡ് ഐഗൻ വാല്യൂ. ഓക്കെ, ഫസ്റ്റ് 2 ഐഗൻ വാല്യൂസ് λ1 ഈക്വൽ ടു λ2 ഈക്വൽ ടു -9, λ3 ഈക്വൽ ടു 9. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറാണ് K3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഐഗൻ വെക്ടേഴ്സ് കിട്ടി. -9 കറസ്പോണ്ടിങ് ആയിട്ട് അത് റിപ്പീറ്റഡ് ഐഗൻ വാല്യൂ ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് K1ഉം K2ഉം കിട്ടി. അതുപോലെ λ3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ന് വെച്ചാൽ 9 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ K3 കിട്ടി. 3 ഐഗൻ വെക്ടേഴ്സ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും K1 ഡോട്ട് K3 ഈക്വൽ ടു 0. അതുപോലെ തന്നെ K2 ഡോട്ട് K3 ഈക്വൽ ടു 0. ഓക്കെ, ബട്ട് K1 ഡോട്ട് K2 ഈസ് നോൺ സീറോ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ K1ഉം K3യും ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സാണ്. ഇതും അങ്ങനെ തന്നെയാണ് വരിക.
കാരണം ഇത് -9, ഇത് 9, ഇതും അങ്ങനെ തന്നെ -9, ഇത് 9. അപ്പോൾ അത് എൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 എന്ന് വെച്ചാൽ അത് തമ്മിൽ ഓർത്തോഗണലാണ്. അന്നേരം നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത്, ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് അത് നമുക്ക് കിട്ടുന്നത് -4 ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ് എന്തായിരിക്കും, ഓർത്തോഗണൽ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, മറ്റത് ഓർത്തോഗണൽ ആയിക്കൊള്ളണമെന്നില്ല. നൗ വി യൂസ് ഗ്രാം-ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 7th ചാപ്റ്ററിൽ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെറ്റ് K1 K2നെ നമ്മൾ ഓർത്തോഗണൽ സെറ്റായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. ഈ ഗ്രാം-ഷ്മിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് നിങ്ങളൊന്നുകൂടി റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് V1 = K1 എന്നെടുക്കും, V2 എന്നുള്ളത് ഈ രൂപത്തിലെടുക്കും. ഓക്കെ, നമുക്ക് V2 നമുക്കിത് കിട്ടും. ഓക്കെ, സോ V1 V2 എന്ന് പറയുന്ന ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഈ സെറ്റ് ഒരു ഓർത്തോഗണൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ടോട്ടലി നമുക്ക് എന്ത് കിട്ടി, V1 V2 ആൻഡ് K3 ഈ പറയുന്ന സെറ്റ് ഒരു ഓർത്തോഗണൽ സെറ്റ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഓരോന്നിൻ്റെയും നോം കാണാം. നോം V1 നമുക്ക് റൂട്ട് കിട്ടും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. നോം V2 3 കിട്ടും, നോം K3 3√2 കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ V1നെ നോം V1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഈ ഒരു വെക്ടർ കിട്ടും. അതുപോലെ തന്നെ V2നെ നോം V2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, K3നെ നോം K3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 3 വെക്ടേഴ്സും യൂസ് ചെയ്തിട്ട് നമുക്കൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് P എന്ന് പറയുന്നത്. ഈ വെക്ടേഴ്സ് കോളംസ് ആയിട്ട് വരുന്ന ഒരു മെട്രിക്സ്, അതാണ് P. ഓക്കെ, ഇതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് സം എക്സസൈസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് 1 to 4 നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, ദെൻ in problems 5 to 10 determine whether the given matrix is orthogonal. ഇപ്പോൾ 5 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ A∩A = I ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ മെട്രിക്സുകളുടെ ട്രാൻസ്പോസ് കാണാം, ദെൻ A∩A I കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഇതിൽ 8th ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൽ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ട്രാൻസ്പോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് പറയാൻ പറ്റും ഇത് ഓർത്തോഗണൽ അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെറ്റ് ഇൻ പ്രോബ്ലംസ് 11 to 18 പ്രൊസീഡ് ആസ് എൻ എക്സാമ്പിൾ 3 ടു കൺസ്ട്രക്ട് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് ഫ്രം ദ ഐഗൻ വെക്ടേഴ്സ് ഓഫ് ദ ഗിവൺ സിമെട്രിക് മെട്രിക്സ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന സിമെട്രിക് മെട്രിക്സുകളുടെ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടേഴ്സ് കാണാം, എന്നിട്ട് നമ്മളൊരു ഓർത്തോഗണൽ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഇവിടെ ഒരു റിസൾട്ട് ഉണ്ട്. an n/n matrix A is orthogonal if and only if its columns x1 x2 etc. xn form an orthonormal set. ഓക്കെ, ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണെങ്കിൽ അതിൻ്റെ കോളംസ് നമ്മൾ x1 x2 etc. xn എടുക്കുകയാണെങ്കിൽ അതൊരു ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യും. ഓർത്തോനോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കണം. ഓക്കെ, ഇതിൻ്റെ എല്ലാം നോം 1 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ എക്സാമ്പിൾ 3 ചെയ്ത പോലെയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഐഗൻ വെക്ടേഴ്സ് കിട്ടും ഈ രൂപത്തിൽ. 2/2 ആണെങ്കിൽ നമുക്ക് 2 ഐഗൻ വെക്ടർ കിട്ടും. ഓക്കെ, 3/3 ആണെങ്കിൽ 3 എണ്ണം കിട്ടും. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഓരോ ഐഗൻ വെക്ടറിൻ്റെയും നോം കാണും, ആ നോം കൊണ്ട് കറസ്പോണ്ടിങ് ഐഗൻ വെക്ടറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലുള്ള മെട്രിക്സുകൾ കിട്ടും, കോളം വെക്ടേഴ്സാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ കോളം വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യും. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ വെക്ടേഴ്സ്, അതായത് ഇതിലെ ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ് ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ നോം എന്തായാലും 1 ആയിരിക്കും, കാരണം നമ്മൾ ഈ രൂപത്തിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നോം 1 ആയിരിക്കും. ഓക്കെ, ആ രൂപത്തിൽ നമുക്കൊരു
മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് in problems 19 and 20 use theorem 8.10.3 to find values of a and b so that the given matrix is orthogonal. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് എയും ബിയുടെയും വാല്യൂസ് കാണണം. ഓക്കെ, ആ വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെട്രിക്സ് ഓർത്തോഗണൽ ആണോ, ആ രൂപത്തിലുള്ള എയും ബിയും കാണണം. അപ്പോൾ നമുക്കറിയാം ഒരു മെട്രിക്സ് ഓർത്തോഗണൽ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എ ട്രാൻസ്പോസ് എ ഈക്വൽ ടു ഐ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലംസിൽ നമ്മൾ ഈ ഒരു മെട്രിക്സ് എ എടുക്കും, ഇതിന് ട്രാൻസ്പോസ് കാണും, എന്നിട്ട് എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് പറയുന്ന മെട്രിക്സ് ഐനായിട്ട് ഈക്വേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എയും ബിയും സോൾവ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നൗ ഇൻ പ്രോബ്ലംസ് 21 and 22 വെരിഫൈ ദാറ്റ് ദ ഇൻഡിക്കേറ്റഡ് കോളം വെക്ടേഴ്സ് ആർ ഐഗൻ വെക്ടേഴ്സ് ഓഫ് ദ ഗിവൺ സിമെട്രിക് മെട്രിക്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂസ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് മെട്രിക്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അത് കറസ്പോണ്ടിങ് കോളം വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, K1, K2, K3 ഓരോ ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് വെരിഫൈ ദാറ്റ് ദ ഇൻഡിക്കേറ്റഡ് കോളം വെക്ടേഴ്സ് ആർ ഐഗൻ വെക്ടേഴ്സ് ഓഫ് ദ ഗിവൺ മെട്രിക്സ്. തന്നിരിക്കുന്ന വെക്ടേഴ്സ് ഈ സിമെട്രിക് മെട്രിക്സിൻ്റെ ഐഗൻ വെക്ടേഴ്സ് ആണെന്ന് വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂസും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. Then third, proceed as in example 4 and use the Gram-Schmidt process to construct an orthogonal matrix P from the eigenvectors. ഓക്കെ, പിന്നീട് നമ്മൾ എക്സാമ്പിൾ 4 ചെയ്ത പോലെ നമ്മളൊരു മെട്രിക്സ് പി കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, എക്സാമ്പിൾ 4 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു മെട്രിക്സ് തന്നിരുന്നു, എ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിൻ്റെ ഐഗൻ വെക്ടേഴ്സ് കണ്ടു, K1, K2, K3. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ രൂപത്തിലുള്ള വെക്ടേഴ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അവിടുന്ന് നമ്മൾ പി എന്ന് പറയുന്ന ഈ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. ഈ രൂപത്തിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇതിലുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അത് ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.